അനീഷ് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞാണ് കളിക്കുന്നത് എന്ന് അനീഷിൻ്റെ ഇന്നത്തെ നോമിനേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അവിടെ സേഫായിട്ട് ഗെയിം കളിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അനീഷിന് ആ കാര്യം കൃത്യമായിട്ട് തന്നെ അറിയാം. ആ വീടിനകത്തിരുന്നുകൊണ്ട് തന്നെ പുറത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്നവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അനീഷ് ഇന്നത്തെ നോമിനേഷൻസിൽ എടുത്ത പേരുകൾ നൂറയും അതുപോലെ തന്നെ സാബുമാനുമാണ്. സാബുമാൻ വളരെ വീക്കാണ്, വളരെ ഇനാക്റ്റീവ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സാബുമാൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻറ്റുകളുടെ കയ്യിൽ നിന്നും ഉപദേശങ്ങൾ മേടിക്കുന്നത് നിർത്തണം, സ്വയമേ അഭിപ്രായം പറഞ്ഞു തുടങ്ങണം എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാബുമാനെ നോമിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നൂറയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നൂറയും വളരെ ഇനാക്റ്റീവാണ്. നൂറയ്ക്ക് നല്ല പൊട്ടൻഷ്യലുള്ള മത്സരാർത്ഥിയാണ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നൂറേനെ ഇവിടെയൊന്നും കാണുന്നില്ല. നൂറ വളരെ ഇനാക്റ്റീവാണ് എന്ന് പറഞ്ഞ് നൂറേനെയും സാബുമാനെയും തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു നോമിനേഷൻ തന്നെയാണ്. പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു നോമിനേഷനാണ്. കാരണം ആ വീട്ടിലെ നിലവിലെ ഏറ്റവും രണ്ട് സേഫ് ഗെയിമേഴ്സ് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നൂറയും അതുപോലെ സാബുമാനും. കറക്റ്റ് അവരെ രണ്ടുപേരെയും അനീഷ് നോമിനേറ്റ് ചെയ്തു. ഇന്നത്തെ വളരെ വ്യത്യസ്തമായൊരു നോമിനേഷൻ പ്രക്രിയയാണ്. അനീഷ് നോമിനേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അനുമോളും ആര്യനൊക്കെ ഒരു സോഫയുടെ പുറകിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ നോമിനേഷൻ പ്രക്രിയ എന്ന് പറയുന്നത് ബിഗ് ബോസിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളുകളുടെ പേര് വിളിക്കാം. അപ്പോൾ ആരെയാണോ വിളിക്കുന്നത് അവർ എവിടെ നിൽക്കുകയാണോ അവിടെ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ നോമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ അവർ ഗാർഡൻ ഏരിയയിലാണെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം, ലിവിംഗ് ഏരിയയിലാണെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യാം, സോഫയിലിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നോമിനേറ്റ് ചെയ്യാം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അനീഷ് നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് അനുമോളും ആര്യനും ആ സോഫയുടെ പുറകിൽ പോയി ഒളിക്കുന്നത്. ചിലപ്പോൾ അവരെ കണ്ടാൽ അവരുടെ പേര് പറയുമോ എന്നോർത്തിട്ടായിരിക്കാം. എന്തായാലും അനീഷ് പറഞ്ഞ രണ്ട് പേരുകൾ വളരെ കൃത്യമായിട്ടുള്ള പേരുകളാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.